മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ കുക്കീസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. നമ്മുടെ ഈ കുക്കീസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയായിട്ട് നമുക്ക് ഇവിടെ വേണ്ടത്, ഞാനിവിടെ എടുത്തേക്കുന്നത് ഷുഗറാണ്. ആ ഷുഗർ 1/2 കപ്പാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ സെയിം അളവിൽ ബ്രൗൺ ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ബട്ടറാണ്. ഇതൊരു 70 ഗ്രാം ഉണ്ട് കേട്ടോ. നമുക്കത് നേരത്തെ തന്നെ പുറത്ത് ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് വെക്കാം, ഒന്ന് മെൽറ്റ് ആകാനായിട്ട്. ഞാൻ എടുത്ത് വെച്ചിട്ട് അധികം ആയില്ല, അതുകൊണ്ടാണ് അത് കട്ടയായിട്ട് തന്നെ ഇരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ എടുക്കാവുന്നത് ഒരു ബേക്കിംഗ് സോഡയാണ്. 1 ടീസ്പൂണാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വാനില എക്സ്ട്രാക്റ്റ് ഞാൻ എടുത്തേക്കുന്നത് 1 ടീസ്പൂണാണ്. അതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അന്നേരം ഞാനിവിടെ എടുത്തേക്കുന്ന ബട്ടർ ഇച്ചിരി അധികം ഒന്നും മെൽറ്റായിട്ടില്ല. നമുക്കത് മെൽറ്റ് ചെയ്യാനായിട്ട് ഒരു സ്പൂൺ വെച്ചൊന്ന് ചെയ്യുമ്പോഴത്തേക്കും അത് നല്ലപോലെ ഒന്ന് മെൽറ്റായിക്കോളും. അങ്ങനെ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഏകദേശം ഇതെല്ലാം ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം നല്ലപോലെ ഏകദേശം മിക്സായി വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യേണ്ടത് 1.5 കപ്പ് മൈദയാണ്. ആ മൈദ നമുക്കൊന്ന് അരിപ്പയിലൊന്ന് സ്റ്റെൻ ചെയ്തെടുക്കാം. ഈ മിക്സിലോട്ടിട്ട് കുറച്ചായിട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം കട്ടി ആവാതെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ എടുത്തേക്കുന്ന കറക്റ്റ് അളവിലാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഈ മിക്സ് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇപ്പം നിങ്ങൾ അളവ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് എല്ലാ ഐറ്റംസുകളും കൂട്ടി കൊടുക്കേണ്ട വരും. ഇനി ഈ മിക്സ് നമുക്ക് 30 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെക്കാം. അതിന് ശേഷമാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. അതോടൊപ്പം ഞാൻ കുറച്ച് മിക്സ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്ത് ഒരു ചോക്ലേറ്റ് കുക്കീസും കൂടി മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയായിട്ടാണ്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കൊക്കോൻ്റെ സീഡാണ്. ഇത് നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് എടുക്കാം. ഫ്രഷായിട്ട് തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റി ആണ്. നമുക്ക് ചോക്ലേറ്റൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ കുറച്ച് കൊക്കോ സീഡ് എടുത്ത് ഞാൻ മിക്സിയിലിട്ട് അടിച്ച് നല്ല പൗഡർ ഫോം ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഈ മിക്സിലോട്ട് നമ്മുടെ ഈ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ കൊക്കോയുടെ കുക്കീസും അതും അതിൻ്റെ മിക്സും കൂടി നമുക്ക് 30 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് എടുക്കുക. അതിനുശേഷം 30 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മുടെ ഈ മിക്സ് നമുക്ക് എടുത്ത് ചെറിയ ബോൾസാക്കി നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാനിനി ബേക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ കുക്കിംഗ് റേഞ്ചിലാണ് ബേക്ക് ചെയ്യുന്നത്. ഇപ്പം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കുക്കീസ് ഇവിടെ നല്ലപോലെ പാകത്തിനായിട്ടുണ്ട്. അന്നേരം കുക്കീസ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അന്നേരം പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതും കൂടി ആയതുകൊണ്ട് നമുക്ക് സേഫായിട്ട് തന്നെ പിള്ളേർക്ക് കൊടുക്കാനും ഒന്നും മടിക്കേണ്ട ആവശ്യമില്ല.
നല്ല ടേസ്റ്റി ആയിട്ട് കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെയുണ്ട്. അന്നേരം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മൾ കടയിൽ നിന്നുമൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് പിള്ളേർക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് അത്രയും നല്ലൊരു നമുക്കും സന്തോഷമാണ്, പിള്ളേർക്കും നല്ലത് തന്നെയാണ് പിള്ളേർ കഴിക്കുമ്പോഴും. അന്നേരം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ കമൻസൊക്കെ അറിയിക്കുക.